ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ചാണ് പഠിക്കുന്നത്. എല്ലാ PSC പരീക്ഷകളിലും ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ച്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. എന്താണ് ഭരണഘടന? ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണത്തെയാണ് നാം ഭരണഘടന എന്ന് പറയുന്നത്. അപ്പം എന്താ ഭരണഘടന? ഒരു രാഷ്ട്രത്തിൻ്റെ, അതായത് ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും ആ രാജ്യത്തിൻ്റെ നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണത്തെയാണ് ഭരണഘടന എന്ന് നാം പറയുന്നത്. ലോ ഓഫ് ലാൻഡ് എന്നാണ് ഭരണഘടനയെ വിശേഷിപ്പിക്കുന്നത്. എങ്ങനെയാണ്? ലോ ഓഫ് ലാൻഡ് എന്നാണ് ഭരണഘടനയെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. രാഷ്ട്രത്തിൻ്റെ ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങളുടെ ഉറവിടമാണ് ഭരണഘടന. ഒരു രാഷ്ട്രത്തിന് ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങളുടെ ഉറവിടമാണ് ഭരണഘടന. കോൺസ്റ്റിറ്റ്യൂർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പദം ലഭിച്ചത്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പദം എവിടെ നിന്ന് വന്നു? കോൺസ്റ്റിറ്റ്യൂർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പദം ഉത്ഭവിച്ചത്. ഭരണഘടന എത്ര തരമുണ്ട്? 2 തരമാണ് ഭരണഘടന ഉള്ളത്. 1 ലിഖിത ഭരണഘടന, 2 അലിഖിത ഭരണഘടന. ലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ് ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക. ഏതൊക്കെ രാജ്യങ്ങളാണ്? ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾ ലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങളാണ്. ഇനി അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങളാണ് ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലാൻഡ് എന്നിവ. അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ് ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലാൻഡ്. ഭരണഘടന എന്ന ആശയം ഉത്ഭവിച്ചത് ബ്രിട്ടനിൽ നിന്നാണ്. അപ്പോൾ ഭരണഘടന എന്ന ആശയം ഉത്ഭവിച്ചത് ഏത് രാജ്യത്തു നിന്നാണ്? അത് ബ്രിട്ടനിൽ നിന്നാണ്. ലിഖിത ഭരണഘടന എന്ന ആശയം ഉത്ഭവിച്ചത് അമേരിക്കയിൽ നിന്നാണ്. അപ്പം ഭരണഘടന എന്ന ആശയം ഉത്ഭവിച്ചത് ബ്രിട്ടനിൽ നിന്നും, ലിഖിത ഭരണഘടന, അതായത് എഴുതപ്പെട്ട ഭരണഘടന എന്ന ആശയം ഉത്ഭവിച്ചത് അമേരിക്കയിൽ നിന്നുമാണ്. മാറിപ്പോകരുത്. ഭരണഘടന എന്ന ആശയം ബ്രിട്ടനും, ലിഖിത ഭരണഘടന എന്ന ആശയം എവിടെ നിന്നാണ്? അത് അമേരിക്കയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഇന്ത്യയിലേതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? അത് ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ഭരണഘടന ഏതാണ്? അത് അമേരിക്കൻ ഭരണഘടനയാണ്. ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഇന്ത്യയുടേതും ഏറ്റവും ചെറുതും ഏറ്റവും പഴക്കമുള്ളതുമായ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയാണ്. അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത് 1789 അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെയിംസ് മാഡിസൺ ആണ്. ആരാണ് അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ്? ജെയിംസ് മാഡിസൺ ആണ്. എന്നാൽ നിലവിൽ വന്നത് 1789. അമേരിക്കൻ ഭരണഘടനയുടെ കാര്യമാണ് പറയുന്നത്. എത്ര അനുച്ഛേദങ്ങളാണ്? 7 അനുച്ഛേദങ്ങളും 27 ഭേദഗതികളുമാണ് അമേരിക്കൻ ഭരണഘടനയ്ക്ക് ഉള്ളത്. ആദ്യത്തെ 10 ഭേദഗതികൾ അറിയപ്പെടുന്നത് ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ്. അപ്പോൾ ആദ്യത്തെ 10 ഭേദഗതികൾ, അമേരിക്കൻ ഭരണഘടനയിലെ ആദ്യത്തെ 10 ഭേദഗതികൾ അറിയപ്പെടുന്നത് ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ്. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് എന്താണ്? അത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് ക്യാബിനറ്റ് മിഷൻ്റെ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ 1946. അപ്പോൾ ഇന്ത്യയ്ക്ക് ഒരു ഭരണഘടന വേണമെന്നും ആ ഭരണഘടന രൂപീകരിക്കാൻ ക്യാബിനറ്റ് മിഷൻ്റെ പ്ലാൻ പ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയിൽ രൂപീകൃതമാകുന്നത് 1946. ഇപ്പോൾ ഏത് കമ്മീഷൻ്റെ താല്പര്യപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായതെന്ന് ചോദിച്ചാൽ അത് ക്യാബിനറ്റ് മിഷൻ്റെ ശുപാർശ പ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് 1946 ഡിസംബർ 6 ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് എന്നാണ്? 1946 ഡിസംബർ 6. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം 1946 ഡിസംബർ 9 തുടങ്ങുന്നത്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് 1946 ഡിസംബർ 6.
ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 ഒരു തിങ്കളാഴ്ച രാവിലെ 11 മണിക്കായിരുന്നു. അപ്പം ഡിസംബർ 9 ഒരു തിങ്കളായിരുന്നു. രാവിലെ 11 മണിക്കാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം ആരംഭിക്കുന്നത്. ആദ്യ സമ്മേളനത്തിൽ 9 സ്ത്രീകൾ ഉൾപ്പെടെ 207 പേർ പങ്കെടുത്തു. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ 9 സ്ത്രീകൾ ഉൾപ്പെടെ 207 പേർ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. ഈ സമ്മേളനം ബഹിഷ്കരിച്ചു. മുസ്ലിം ലീഗുകാർ ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സമ്മേളനത്തെ ബഹിഷ്കരിക്കുകയാണ് ഉണ്ടായത്. ആദ്യ സമ്മേളനം നടന്നത് ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിലായിരുന്നു. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? അത് ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിലായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് JB കൃപലാനിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി ആരാണ്? JB കൃപലാനി. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ, അതായത് 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യ സമ്മേളനം ചേർന്നപ്പോൾ ആ സമ്മേളനത്തിന് ഒരു താൽക്കാലിക അധ്യക്ഷനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആൾക്കാരെ ഒന്നും തിരഞ്ഞെടുത്തിട്ടില്ല. അപ്പോൾ ആദ്യ സമ്മേളനത്തിന് നമുക്കൊരു താൽക്കാലിക അധ്യക്ഷൻ വേണമായിരുന്നു. അപ്പോൾ ആദ്യ സമ്മേളനത്തിൻ്റെ താൽക്കാലിക അധ്യക്ഷനാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൻ്റെ താൽക്കാലിക അധ്യക്ഷനായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ രണ്ടാമത് സമ്മേളനം നടന്നത് 1946 ഡിസംബർ 11 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം 46 ഡിസംബർ 9 രണ്ടാമത്തെ സമ്മേളനം ഡിസംബർ 11 അപ്പോൾ ഡിസംബർ 11 നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ രണ്ടാമത്തെ സമ്മേളനം നടക്കുന്നു. ആദ്യത്തെ സമ്മേളനത്തിൽ നമുക്ക് താൽക്കാലിക അധ്യക്ഷനായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അപ്പം ഡിസംബർ 11 രണ്ടാമത്തെ യോഗത്തിൽ നമ്മളൊരു തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ നമുക്ക് വരുന്നു. അതായത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹയും ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരാണ്? അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദുമാണ്. ഭരണഘടനാ നിർമ്മാണ സഭയ്ക്കിൻ്റെ ഉപാധ്യക്ഷന്മാരായിരുന്നു HC മുഖർജിയും VT കൃഷ്ണമാചാരിയും. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ ആരൊക്കെയായിരുന്നു? HC മുഖർജി, VT കൃഷ്ണമാചാരി. ഇനി ഈ ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു. അതാണ് HVR അയ്യങ്കാർ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി HVR അയ്യങ്കാർ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചീഫ് ഡ്രാഫ്റ്റ്മാനായിരുന്നു SN മുഖർജി ആൻഡ് BN റാവു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചീഫ് ഡ്രാഫ്റ്റ്മാൻ ആരാണ്? SN മുഖർജി ആയിരുന്നു. ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ നിയമ ഉപദേശകനായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ നക്കൽ തയ്യാറാക്കിയതുമെല്ലാം BN റാവുമായിരുന്നു. BN റാവു ആരാണ്? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ നിയമ ഉപദേശകനായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കിയ വ്യക്തി. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനായിരുന്നു BN റാവു. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനായിരുന്നു BN റാവു. മ്യാൻമാറിൻ്റെ ഭരണഘടനാ നിർമ്മാണ സഭയിലും ഉപദേശകനായ ഇന്ത്യക്കാരനാണ് BN റാവു. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ മൂന്നാമത്തെ സമ്മേളനം നടന്നത് എന്നാണ്? 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയുടെ മൂന്നാമത്തെ സമ്മേളനം നടക്കുന്നത് 1946 ഡിസംബർ 13. ആദ്യ സമ്മേളനം നടക്കുന്നത് ഡിസംബർ 9, രണ്ടാമത്തെ സമ്മേളനം നടക്കുന്നത് ഡിസംബർ 11, മൂന്നാമത്തെ സമ്മേളനം നടക്കുന്നത് 1946 ഡിസംബർ 13. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13 മൂന്നാം സമ്മേളനത്തിലാണ്. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് എന്നാണ്? 1946 ഡിസംബർ 13. നമ്മൊരു സീലിൻ്റെ കാര്യം പറയുന്നുണ്ട്. ആ സീലിൽ അന്ന് വരുന്നത് ഈ എലിഫൻറ്റും ആനയും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ മാപ്പുമായിരുന്നു. ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരേൻ റൈസാദാണ്. ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് ആരാണ്? അത്
പ്രേം ബിഹാരി നരേൻ റായ്സാദാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ലേഔട്ട് തയ്യാറാക്കിയത് നന്ദലാൽ ബോസാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ലേഔട്ട് തയ്യാറാക്കിയത് ആരാണ്? അത് ചിത്രകാരനായ നന്ദലാൽ ബോസാണ്. ശാന്തിനികേതനെ കലാകാരന്മാരായ നന്ദലാൽ ബോസും റാം മനോഹർ സിൻഹയുമായിരുന്നു പ്രേം ബിഹാരി നരേൻ റായ്സാദ് തയ്യാറാക്കിയ ഭരണഘടനയുടെ കയ്യെഴുത്തുപ്രതി മനോഹരമാക്കിയത്. ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്തുപ്രതി തയ്യാറാക്കിയത് ആരാണ്? അത് വസന്തകൃഷ്ണ വൈദ്യയായിരുന്നു. ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്ത് പതിപ്പ് മനോഹരമാക്കിയതും നന്ദലാൽ ബോസ് തന്നെയാണ്. ഭരണഘടന നിർമ്മാണം പൂർത്തിയാക്കാൻ എടുത്ത സമയം ചോദിച്ചാൽ അത് 2 വർഷവും 11 മാസവും 18 ദിവസവുമാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പൂർത്തിയാക്കാൻ എടുത്ത സമയം എത്രയാണ്? 2 വർഷം 11 മാസം 18 ദിവസം. ഈ ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടി ആകെ ചെലവായ തുക എന്ന് പറയുന്നത് 64 ലക്ഷം രൂപയാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും 22 ഭാഗങ്ങളും ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 395 അനുച്ഛേദം, 8 പട്ടിക, 22 ഭാഗമാണ് ഉണ്ടായിരുന്നത്. നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ 448 അനുച്ഛേദങ്ങളും 12 പട്ടികകളും 25 ഭാഗങ്ങളുമാണ് ഉള്ളത്. അപ്പം ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന 395 അനുച്ഛേദം, ഇപ്പോഴാണെങ്കിലോ 448. പട്ടിക എത്രയാണ്? 8 പട്ടിക. ഇപ്പോൾ നിലവിൽ എത്ര പട്ടികകളുണ്ട്? 12 പട്ടികകൾ. എത്ര പാട്ടായിരുന്നു നിലവിൽ വരുമ്പോൾ? 22. ഇപ്പോഴാണെങ്കിലോ 25. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് 1947 ജൂലൈ 22-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് എന്നാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. 1947 ജൂലൈ 22. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അഥവാ ദേശീയ ഗീതത്തെയും ഗാനത്തെയും അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്. അപ്പം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ നമ്മുടെ ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും അംഗീകരിക്കുന്നത് ഒരേ ദിവസം തന്നെയാണ്, 1950 ജനുവരി 24. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ മുദ്രയെ അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 26-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ കലണ്ടറിനെ അംഗീകരിച്ചത് 1957 മാർച്ച് 22. ഇപ്പോൾ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ നമ്മുടെ ദേശീയ കലണ്ടറായ ശകവർഷ കലണ്ടർ, ഏതാണ് നമ്മുടെ ദേശീയ കലണ്ടർ? ശകവർഷം. ഇത് അംഗീകരിച്ചത് 1957 ജനുവരി 22-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭ നേരിട്ട വിമർശനങ്ങൾ എന്തൊക്കെയാണ്? ഒറ്റകക്ഷി രാജ്യത്തിലെ ഒറ്റകക്ഷി സഖ്യം അല്ലെങ്കിൽ സംഘടന എന്ന് പറഞ്ഞത് ഗ്രാൻവില്ലെ ഓസ്റ്റിനാണ്. ഒറ്റകക്ഷി രാജ്യത്തിലെ ഒറ്റകക്ഷി സംഘടന എന്ന് പറഞ്ഞത് ആരാണ്? എന്ന് ഭരണഘടനയെ വിമർശിച്ചത് ആരാണ്? ഗ്രാൻവില്ലെ ഓസ്റ്റിനാണ്. ഹിന്ദുക്കളുടെ സംഘടന എന്നാണ് വിസ്കൗണ്ട് സൈമൺ പറഞ്ഞത്. വിസ്കൗണ്ട് സൈമൺ എന്ത് പറഞ്ഞു? ഭരണഘടനാ നിർമ്മാണ സഭയെ ഹിന്ദുക്കളുടെ സംഘടന എന്നാണ് പറഞ്ഞത്. ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്യുന്ന സംഘടന എന്നാണ് വിൻസെൻ്റ് ചർച്ചിൽ ഇതിനെ വിമർശിച്ചത്. ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്യുന്ന സംഘടന എന്ന് പറഞ്ഞത് വിൻസെൻ്റ് ചർച്ചിലാണ്. 1949 നവംബർ 14 മൂന്നാമത്തെ ഭരണഘടന വായിക്കുകയും അതിനുശേഷം ഭരണഘടന അംഗീകരിക്കാനുള്ള പ്രമേയം BR അംബേദ്കർ അവതരിപ്പിക്കുകയും ചെയ്തു. ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1949 നവംബർ 26-നാണ്. ദേശീയ നിയമദിനമായി ഭാരതത്തിൽ ആചരിക്കുന്നത് നവംബർ 26-ആണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് 1950 ജനുവരി 24-നാണ്. അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്ന ഒരേ ഒരു തീയതിയാണ് 1949 നവംബർ 26. അന്നാണ് നമ്മൾ നമ്മുടെ ഭരണഘടനയെ അംഗീകരിച്ചത്.
ഭരണഘടനയിലെ സമിതിയിലെ എല്ലാ അംഗങ്ങളും ഭരണഘടനയിൽ ഒപ്പുവെച്ചതെന്നാണ്? അത് 1950 ജനുവരി 24-നാണ്. ആകെ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം 284. എത്ര അംഗങ്ങളാണ് ഒപ്പുവെച്ചത്? 284 അംഗങ്ങളാണ് ഒപ്പുവെച്ചത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി തിരഞ്ഞെടുക്കാൻ ഒരു ചരിത്രപ്രധാനമായ കാരണം കൂടിയുണ്ട്. 1929 ലാഹോർ സെഷൻ പ്രകാരം 1930 ഇതേ ദിവസം പൂർണ്ണ സ്വരാജ് ദിവസമായി ആഘോഷിച്ചു. അതായത് 1930 ജനുവരി 26 നമ്മൾ പൂർണ്ണ സ്വരാജ് ആയിട്ട് ആഘോഷിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഓർമ്മയായിട്ടാണ് നമ്മൾ ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി തിരഞ്ഞെടുക്കുന്നത്. ഇന്ത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടത് 1950 ജനുവരി 26. മൊത്തം 11 സെക്ഷനുകളിലായി ഭരണഘടനാ നിർമ്മാണ സഭ സമ്മേളിച്ച ആകെ ദിവസങ്ങളുടെ എണ്ണം 165 ഇതിൽ 114 ദിവസം ഭരണഘടനാ ഡ്രാഫ്റ്റ് തയ്യാറാക്കാനായി വിനിയോഗിച്ചു. പൊതുജനാഭിപ്രായം അറിയാനായി ഭരണഘടനയുടെ കരട് രൂപം ഇന്ത്യയിലെ പ്രധാന പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചത് 1948 ഫെബ്രുവരി 28-നാണ്. അപ്പോൾ ഭരണഘടനയുടെ തയ്യാറാക്കുന്നു. അപ്പോൾ അതിന് ജനങ്ങളുടെ അഭിപ്രായം അറിയാനായിട്ട് ഈ ഭരണഘടനയുടെ ഒരു കരട് രൂപം നമ്മുടെ ഇന്ത്യയിലെ പ്രധാന പത്രങ്ങളിലൊക്കെ പ്രസിദ്ധീകരിക്കുന്നു. അത് പ്രസിദ്ധീകരിച്ചത് എന്നാണ് ചോദിച്ചാൽ 1948 ഫെബ്രുവരി 28-നാണ്. ഭരണഘടനയുടെ പൂർണ്ണ രൂപം ആദ്യമായി അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത് 1948 നവംബർ 4-നാണ്. 1948 നവംബർ മാസം 9-ാം തീയതി വരെ ഭരണഘടനാ നിർമ്മാണ സഭ അതിന്മേൽ ചർച്ചകൾ നടത്തിപ്പോന്നു. സമിതിയിൽ ഭരണഘടന രണ്ടാമതും വായിക്കപ്പെടുകയും 1948 നവംബർ 15 മുതൽ 49 ഒക്ടോബർ 17 വരെയാണ് വായിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഏകദേശം 7653 ഭേദഗതികൾ നിർദ്ദേശിക്കപ്പെടുകയും അവയിൽ 2473 ഭേദഗതികൾ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുകയുണ്ടായി. ഇന്ത്യ വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതകളുടെ എണ്ണം 15 ചുരുങ്ങി. വിഭജനത്തിന് ശേഷം പാകിസ്ഥാൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ വനിതകളാണ് ജഹനാര ഷാനവാസ്, ഷെയ് സുഹ്രാവർത്തി ഇക്രാമുള്ള. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ഏക മുസ്ലിം വനിതയാണ് ബീഗം ഐസാസ് റസൂൾ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ഏക മുസ്ലിം വനിത ആരാ? അത് ബീഗം ഐസാസ് റസൂലാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ഏക ദളിത് വനിതയാണ് ദാക്ഷായണി വേലായുധൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ ഏക ദളിത് വനിത ആരാണ്? ദാക്ഷായണി വേലായുധൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളാണ് ഫ്രാങ്ക് ആൻ്റണി, SH പ്രാറ്റർ, MVN കോളിൻസ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളാണ് ഫ്രാങ്ക് ആൻ്റണി, SH പ്രാറ്റർ, MVN കോളിൻസ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ പാഴ്സി പ്രതികളായിരുന്നു HP മോദി, RK സിദ്ധവ, MR മസാനി. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഗൂർഖ വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധിയായിരുന്നു ദാബർ സിംഗ് ഗുരു. ഡൽഹിയിൽ നിന്നുള്ള പ്രതിനിധിയായിരുന്നു ദേശബന്ധു ഗുപ്ത. അജ്മീർ മുകുന്ദ് ബിഹാരി ലാൽ ഭാർഗവ്. കൂർഗ് CM പൂനാച്ച. ബലൂചിസ്ഥാൻ ഖാൻ അബ്ദുസമദ് ഖാൻ. നാട്ടുരാജ്യങ്ങളിൽ നിന്നും 93 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 1946 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലേക്കുള്ള 296 സീറ്റുകളുടെ തിരഞ്ഞെടുപ്പ് നടന്നു. കോൺഗ്രസ് 208 മുസ്ലിം ലീഗ് 73, സ്വതന്ത്രർ 15 എന്നിങ്ങനെയായിരുന്നു തിരഞ്ഞെടുപ്പ്. ഏറ്റവും അധികം അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവിശ്യ യുണൈറ്റഡ് പ്രൊവിൻസ് ആയിരുന്നു. 55 പേരെയാണ് യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നും തിരഞ്ഞെടുത്തത്. ഇന്ത്യ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളികളുടെ എണ്ണം 17 പേരായിരുന്നു. മലയാളികൾ എത്രയാണ്? 17 പേരാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യ വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം 299. അപ്പോൾ ഇന്ത്യ വിഭജിച്ചതിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയായി? 299 ആയിട്ടുണ്ട്.
ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളുടെ അംഗങ്ങളുടെ എണ്ണം 296 നിന്നും 229 പ്രിൻസ്ലി സ്റ്റേറ്റിലെ അംഗങ്ങളുടെ എണ്ണം 93 നിന്ന് 70 ചുരുക്കുകയും ഉണ്ടായി. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളായിരുന്നു പെത്വിക് ലോറൻസ് ചെയർമാനും സ്റ്റഫോർഡ് ക്രിപ്സും A.V. അലക്സാണ്ടറും. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടായതെന്ന് നമ്മൾ പറഞ്ഞു. ഈ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളാണ് പെത്വിക് ലോറൻസ് ഇതിൻ്റെ ചെയർമാനും സ്റ്റഫോർഡ് ക്രിപ്സും A.V. അലക്സാണ്ടറുമായിരുന്നു മറ്റംഗങ്ങൾ. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ക്ലെമന്റ് ആറ്റ്ലി. ക്ലെമന്റ് ആറ്റ്ലിയാണ് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇവിടുത്തെ ഇന്ത്യൻ വൈസ്രോയി വേവൽ പ്രഭു ആയിരുന്നു. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ വൈസ്രോയി ആരായിരുന്നു? വേവൽ പ്രഭു ആയിരുന്നു വൈസ്രോയി. ക്യാബിനറ്റ് മിഷൻ സംഘം ബ്രിട്ടീഷ് ഇന്ത്യയിലെത്തിയത് 1946 മാർച്ച് 23-നാണ്. 24-ന് അവർ ഡൽഹിയിലും എത്തുന്നു. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ച് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗസംഖ്യ 389. 17 വനിതകളും ഇതിൽപ്പെടും. 389. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും 296. 4 അംഗങ്ങൾ ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്ന്. കമ്മീഷണർമാരുടെ പ്രവിശ്യകൾ ഡൽഹി, അജ്മീർ, കൂർഗ്, ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ എന്നിവയായിരുന്നു കമ്മീഷണർമാരുടെ പ്രവിശ്യകൾ. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അഥവാ ഈ പോയിന്റുകൾ മാത്രം പഠിച്ചിട്ട് പോയാലും നമുക്ക് പരീക്ഷ എഴുതാൻ സാധിക്കും. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ്, ഇതിൽ തന്നിരിക്കുന്ന ആളുകൾ, അതായത് സച്ചിദാനന്ദ സിംഗ് താൽക്കാലിക അധ്യക്ഷൻ, രാജേന്ദ്ര പ്രസാദ് സ്ഥിരം അധ്യക്ഷൻ, അങ്ങനെ കുറച്ച് ഫാക്റ്റുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ പഠിക്കുക. നിങ്ങൾക്ക് വളരെയധികം ഉപകാരമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് ഈ ഭരണഘടനാ നിർമ്മാണ സഭയെ പറ്റിയുള്ള ക്ലാസ്. അപ്പോൾ ക്ലാസ് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, മറ്റുള്ളവരിലേക്ക് നമ്മുടെ ക്ലാസ് എത്തിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാൻ സാധിക്കുകയുള്ളൂ. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.